ഫ്രണ്ട്സ്, വളരെയധികം സങ്കടത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും വളരെയധികം സന്തോഷമാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെയാണ് ചെയ്യുന്നത്. നമ്മൾ കപ്പൽ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന റെഡ് ആരോ മാർക്കാണ് നമ്മൾ കപ്പലായിട്ട് ഷിപ്പ് ട്രാക്കിങ്ങിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ അടുത്ത് എത്തിയോ കപ്പൽ? നമ്മുടെ പോർട്ട് വന്നതോടുകൂടിയാണ് നമ്മൾ കപ്പലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും. വലിയ വലിയ കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ, അതായത് അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ, നമ്മുടെ മുന്നിൽ കാണുന്ന ഫീഡർ വെസൽ ഉൾപ്പെടെ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ നമ്മുടെ പോർട്ടിൽ ഇടുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തന്നിട്ടുള്ളതും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷിപ്പ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലാണ്. ഈ കപ്പൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് നമ്മുടെ കൊച്ചി തീരത്തു നിന്നും വെറും 38 നോട്ടിക്ക് മേൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ധാരാളം കാർഗോസ് കടലിൽ ഒഴുകി നടക്കുന്നതും എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ വെസലുകളും കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനങ്ങളും നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആകെ 24 ക്രൂ മെമ്പേഴ്സാണ്, ക്യാപ്റ്റൻ ഉൾപ്പെടെ 24 ക്രൂ മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അറിയാനായി സാധിച്ചുള്ളത്. അതിൽ 9 പേരെ പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. MSC എൽസ 3യുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, നിലവിൽ തിരുവനന്തപുരം പോർട്ടിൽ നിന്നും കൊച്ചിൻ പോർട്ടിലേക്കാണ് അവസാനമായി ഡെസ്റ്റിനേഷനിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 9.9 മീറ്ററാണ് ഇപ്പോൾ ഉള്ളത്. ടൈം 7:14 AM ആണ്. അതായത് നമ്മുടെ പോർട്ടിൽ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഫീഡർ വസലാണ് MSC എൽസ 3. നമുക്ക് ഏതൊക്കെ പോർട്ടിലാണ് സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ട്രാക്കിംഗ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇതാ നമുക്ക് ഈ കാണുന്നത് പോലെ ഏതൊക്കെ പോർട്ടിലാണ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരം പോർട്ട്, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. എൽസ 3 വന്നിട്ട് വളരെ അതായത് പോർട്ടിനകത്ത് കപ്പലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മുടെ ഈ കാണുന്ന ലൈനുകളെല്ലാം എൽസ 3 അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ പോകുന്നതിൻ്റെയാണ്. കാരണം കപ്പൽ ചിലപ്പോൾ ആങ്കറിലല്ലാതായിരിക്കും, ഒരു ചെറിയൊരു മൂവിങ് പൊസിഷനിലായിരിക്കും കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ പറയുന്ന കാണുന്നതാണ് നമ്മൾ ഈ കാണുന്ന റെഡ് ആരോ എന്നുള്ളത്. നമ്മളെ പോർട്ടിൽ കയറിയതിന് ശേഷം അടുത്ത കൊച്ചിൻ പോർട്ടിലേക്കാണ് ഈ കപ്പൽ പോയിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കൊച്ചിൻ പോർട്ടിലേക്കാണ് ഈ കപ്പൽ പോകുന്നത്. ഇത് നമുക്ക് നമ്മുടെ റൂട്ട് മാപ്പൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ പോർട്ടിലാണ് കയറുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം. ഒന്ന് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട്, അത് കഴിഞ്ഞാൽ നിലവിൽ തൂത്തുക്കുടി പോർട്ട്, അതിനുശേഷം കൊച്ചി പോർട്ട്, മാംഗ്ലൂർ പോർട്ട്. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഈ കപ്പൽ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ കപ്പലുള്ളത് കൊച്ചിക്ക് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ്. അതായത് ആലപ്പുഴയ്ക്ക് അടുത്ത ഈ കാണുന്ന ഈ പ്ലേസിലാണ് കറണ്ട് സ്റ്റാറ്റസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ MSC എൽസ 3 ഉള്ളത്. ഇപ്പോൾ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 9.9 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കപ്പലിൻ്റെ ഈ പറയുന്ന ഇനി അടുത്ത ഏത് പോർട്ടിലാണ് പോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24/5/2025 1 PM കൊച്ചി പോർട്ടിലേക്കാണ്, അതായത് 24 ഇന്ന് കൊച്ചി പോർട്ടിലാണ് ഇത് രാത്രി കയറേണ്ടത്. അതിനുശേഷം തൂത്തുക്കുടി പോർട്ടിൽ 26/5/2025 1 PM തൂത്തുക്കുടി പോർട്ടും, അതിനുശേഷം 27-ാം തീയതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടും, അതായത് നമ്മുടെ പോർട്ടിലേക്കാണ് ഈ കപ്പൽ വരേണ്ടത്. ഇങ്ങനെയാണ് ഈ കപ്പലിൻ്റെ ഡയറക്ഷൻ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMN നമ്പർ 91232221 ഫ്ലാഗ് ലൈബീരിയ. കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് 30/12/1996 ഷിപ്പാണ്. അതുമാത്രമല്ല കപ്പലിൻ്റെ ഓവറാൾ ലെന്ത് 183.9 മീറ്ററും ബർത്ത് എന്ന് പറയുന്നത് 25.3 മീറ്ററുമാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 9.9 മീറ്റർ. മാക്സിമം ഡ്രാഫ്റ്റിൽ പോകാൻ സാധിക്കുന്നത് 13.53 ആണ് മാക്സിമം ഡ്രാഫ്റ്റിൽ പോകാനായി സാധിക്കുന്നത്. നിലവിലെ ഡ്രാഫ്റ്റ് 9.9 മീറ്ററാണ്. അത് ഡ്രാഫ്റ്റ് വളരെ കുറവാണ്. ഫുൾ ഡ്രാഫ്റ്റിലൊന്നും അല്ല കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. മാക്സിമം 19.6 നോട്ടിക്കൽ മൈൽ സ്പീഡ് സഞ്ചരിക്കാൻ വരുന്ന കപ്പലിന് 1730 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 200 റീഫർ കണ്ടെയ്നറും നിലവിലുള്ള. അപ്പോൾ റീഫർ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള കപ്പൽ, ചില ഫീഡർ വെസലുകൾക്ക് റീഫർ കണ്ടെയ്നർ കാണില്ല, നമ്മൾ സാധാ കണ്ടെയ്നർ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഈ കപ്പലിന് റീഫർ കണ്ടെയ്നറുമുണ്ട്. അത് മാത്രമല്ല കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പോലെ 30/12/1996 ഈ കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കപ്പലിൻ്റെ കറണ്ട് പൊസിഷൻ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ 13.5 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ് എങ്കിൽ ഇപ്പോൾ കപ്പൽ 9.9 മീറ്ററാണ്. കാരണം കണ്ടെയ്നറുകളെല്ലാം, നമ്മൾ ഈ കാണുന്ന കാർഗോസ് കണ്ടെയ്നറെല്ലാം കടലിലൂടെ ഒഴുകി നടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ കരക്കടിഞ്ഞ കാർഗോസിനെ എമർജൻസി ആയിട്ട് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളിതിലെ 24 ക്രൂ മെമ്പേഴ്സാണ് ഉണ്ടെന്ന് അറിയിച്ചത്. അതിൽ 9 ക്രൂ മെമ്പേഴ്സിനെ രക്ഷപ്പെടുത്തി. പൂർണ്ണമായിട്ടും എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. ഏത് രാജ്യക്കാരായാലും നമ്മുടെ പോർട്ടിൽ സ്ഥിരമായിട്ട് പോകുന്ന കപ്പലുകൾ ഒന്നാണ്. നമ്മുടെ വീഡിയോയിൽ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് ആ കപ്പലിൻ്റെ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കുമ്പോഴെല്ലാം MSC എൽസ 3 ഉണ്ട്.
കാണാപ്പാടമായ പേര് തന്നെ MSC എൽസ 3. ഇപ്പോൾ കപ്പലുകളെല്ലാം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഏത് കപ്പൽ എവിടെ പോയാലും നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏത് കപ്പലും, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലും നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നതിനാൽ നമുക്ക് MSCയുടെ തന്നെ മെജോറിറ്റി 90% MSCയുടെ കപ്പലാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. 99%. 1% നിലവിൽ വേറെ കപ്പലുകൾ വരുന്നത്, വേറെ കമ്പനിയുടെ കപ്പൽ വരുന്നത്. അപ്പോൾ MSCയുടെ കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് വളരെയധികം സങ്കടം തോന്നും. എല്ലാ കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചാലും സങ്കടം തോന്നുമെങ്കിലും ഈ പേരുകൾ വളരെ വേഗം നമുക്ക് ഓർത്തെടുക്കാനായി സാധിക്കും. MSC എൽസ 3 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന നെയിമാണ്, നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നതാണ്, നമ്മളെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഷിപ്പാണ് MSC എൽസ 3. അതിനാൽ വളരെ വേഗം രക്ഷപ്പെടട്ടെ. കപ്പലിൻ്റെ എന്താ കംപ്ലൈൻ്റ് ആണ് നമുക്കറിയില്ല. കപ്പൽ പൂർണ്ണമായിട്ടും ചരിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചു. കണ്ടെയ്നറെല്ലാം കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിച്ചു. കൂടുതൽ ഡീറ്റെയിൽ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.